സാമൂഹിക രാഷ്ട്രീയ വീക്ഷണമില്ലാത്ത സിനിമാ നടനായ പിഷാരടിയെ പോലുള്ളവർക്ക് സീറ്റ് കിട്ടുകയും പിഷാരടി പറഞ്ഞത് ജയിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ടുവരാമെന്നാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന് ആവശ്യം മമ്മൂട്ടിയെ കൊണ്ടുവരികയാണോ എന്നൊരു പ്രസക്തമായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കെ സണ്ണി കാപ്പിക്കാടിനെ പോലുള്ള ആൾക്കാരെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്താണ് ചേട്ടൻ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനൊരു കേരളത്തിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന രീതിക്ക് ഒരു പുറന്തള്ളൽ മെക്കാനിസം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കൊരു സ്ഥാനാർത്ഥിത്വം പരിഗണിക്കാം എന്ന് കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറയുന്നുണ്ട്. അവർക്കത് പരിഗണിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ദലിത് ആദിവാസി മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളും സ്ത്രീകളും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള ഒരു ഘടനയല്ല കേരളത്തിലെ മുന്നണികൾക്കുള്ളത്. അതിപ്പോൾ എനിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്ത UDF മാത്രമല്ല, അങ്ങനെ ആർക്കും ഇല്ല. ഇതിൻ്റെ പരിപൂർണമായൊരു നിയന്ത്രണം ഒരു ഒളിഗാർക്കിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കീഴ്ത്തട്ട് സമൂഹങ്ങളെ പുറന്തള്ളുക എന്നത് അതിൻ്റെ ഒരു മെക്കാനിസമാണ്. ഇപ്പൊ CK ജാനുവിനെ അസോസിയേറ്റ് മെമ്പറായിട്ട് എടുത്തിട്ട് പോലും ഒരു സീറ്റ് കൊടുക്കുന്നില്ല. CK ജാനുവിനെ പുറന്തള്ളാതെ UDF പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു രീതിശാസ്ത്രം. അപ്പൊ എന്നെപ്പോലെ ഒരാളെ പുറന്തള്ളുന്നത് കൊണ്ടാണ് UDF അതിൻ്റെ മേധാവിത്വത്തെ നിലനിർത്തുന്നത് എന്നാണ് UDFകാർ കരുതുന്നത്. അപ്പൊ എനിക്ക് നിഷേധിക്കപ്പെട്ട അവസരം ആദ്യം വാഗ്ദാനം ചെയ്യുകയും പിന്നീട് നിഷേധിക്കപ്പെട്ടതിൻ്റെയും പിന്നിൽ രണ്ടാമത്തെ കാരണം, ഞാൻ പുലർത്തുന്ന സാമൂഹിക രാഷ്ട്രീയ വീക്ഷണങ്ങൾ തികച്ചും അപകടകരമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന്റെ വാദത്തെ കോൺഗ്രസ് പരോക്ഷമായി അംഗീകരിച്ചത് കൊണ്ടാണ് അത് നിഷേധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടായി വന്നത്. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ഞാനാവട്ടെ ആരുമാവട്ടെ, കോൺഗ്രസുമായി നേരിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു സംഘടന ആ സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തരുത് എന്ന് പറയുമ്പോൾ ഞങ്ങളെ ആരെ നിർത്തണം ആരെ നിർത്തണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയാൻ പോലുമുള്ള ആർജവമില്ലാത്ത നേതൃത്വമാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത്. RSSകൾ പരസ്യമായി എന്റെ സ്ഥാനാർത്ഥിത്വത്തെ വെല്ലുവിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഇവർ നിശബ്ദരായിരുന്നു എന്നൊരു ചോദ്യം കേരള ചരിത്രത്തിൽ രേഖപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഈ പുറന്തള്ളൽ കേവലമായൊരു കാര്യമല്ല. സ്ത്രീകൾ 50% വരുന്ന സ്ത്രീകൾ നിരന്തരമായി പാർട്ടി ഓഫീസുകളിൽ കയറിയിറങ്ങി ഞങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്രാവശ്യവും 10% കടന്നിട്ടില്ല സ്ത്രീകളുടെ പ്രാതിനിധ്യം. ഒന്നോർക്കണം എത്ര ദയനീയമാണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെന്ന്. എന്നിട്ടും നമ്മൾ പുരോഗമനകാരികളാണെന്ന് മേനി നടിക്കാൻ ഒട്ടും ഉളുപ്പില്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ എന്നെ പുറത്തു നിർത്തുന്നതിൻ്റെ ഒരു കാരണം, അതിന്റെ കാരണം കണ്ടെത്തണമെങ്കിൽ ആരൊക്കെയാണ് അതിനെതിരെ രംഗത്ത് വന്നത് എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം. ആദ്യമായി രംഗത്ത് വന്നത് RV ബാബു എന്ന് പറയുന്ന RSSന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാചകം എൻ്റെ മനസ്സിലുണ്ട്: വൈക്കത്തപ്പന്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല, കോൺഗ്രസ്സുകാരും തീരുമാനിച്ചു എന്നെ കാലുകുത്തിക്കേണ്ടത് എന്നാണ്. ലളിതമായൊരു യുക്തിയാണത്. പക്ഷെ വൈക്കത്തപ്പന്റെ മണ്ണ് മാത്രമല്ല എന്ന ചരിത്രബോധമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ശ്രീനാരായണ ഗുരുവിനെ തടഞ്ഞതിൻ്റെയും ദളവാക്കുളത്തിൻ്റെയും ചരിത്രമുള്ള നാടുകൂടിയാണ് വൈക്കം.
വൈക്കം മുഴുവനും വൈക്കത്തപ്പൻ്റെതാണെന്ന് പറഞ്ഞാൽ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഭക്തജനങ്ങളുടെ ഒരു ആവശ്യവുമല്ല. ഭക്തജനങ്ങൾക്ക് അവിടെ ഒരു അമ്പലമുണ്ട്, അവരവിടെ വരുന്നുണ്ടാവാം, തൊഴുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം വൈക്കം എന്നത് വൈക്കത്തപ്പൻ്റെ മണ്ണ് മാത്രമല്ല, മറ്റു പലതിൻ്റെയും കൂടിയാണ്. ഈ വൈക്കത്തപ്പൻ്റെ മണ്ണാണെന്ന് പറയുന്നത് ഒരു RSS അജണ്ടയാണത്, സംഘപരിവാർ അജണ്ടയാണ്. എനിക്ക് അവസരം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി രംഗത്ത് വന്നത് സംഘപരിവാർ ശക്തികളാണ്. RV ബാബുവിനെ പോലെ, KP ശശികലയെ പോലെ ഉള്ള വിഷവിത്തുക്കളാണ് എനിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അശോകൻ ചെരുവിനെ പോലെ എസ്റ്റാബ്ലിഷ്ഡായ ഇടതുപക്ഷ എഴുത്തുകാരും ഞാൻ UDFിൻ്റെ ക്യാമ്പിൽ ചെന്ന് പെട്ടു, എനിക്കെന്തോ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്ന നിലക്ക് ദീർഘമായ പ്രതിരോധ കുറിപ്പുകൾ എഴുതുകയുണ്ട്. എന്ന് പറഞ്ഞാൽ RSS, BJP, CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ പ്ലസ് എനിക്ക് എൻ്റെ പേര് പരിഗണിക്കാമെന്ന് പറഞ്ഞ കോൺഗ്രസ്സിലെ ശക്തമായൊരു വിഭാഗം. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിലെ പ്ലെയേഴ്സിൽ ബഹുഭൂരിപക്ഷവും എൻ്റെ എൻട്രി തടയപ്പെടേണ്ടതാണ് എന്നതിന് വേണ്ടി നിലകൊണ്ടവരാണ്. അതാണ് അതിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. അപ്പൊ ഏറെക്കുറെ ഈ സംഘപരിവാറിന്റെ ഇപ്പൊ പറഞ്ഞ പോലുള്ള കുറച്ച് കോൺഗ്രസ് നേതാക്കളുടെയും സമ്മർദ്ദത്തെ പാർട്ടിക്ക് മറികടക്കാനായില്ല. അല്ല, അത് ഞാൻ പറയുന്നതിന്റെ ഒരു റിസൾട്ടാണ്. കോൺഗ്രസ്സുകാർ, കോൺഗ്രസ് നേതാക്കൾ അതിനെ മറികടക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്നെ പരിഗണിക്കുമെന്ന് പറഞ്ഞ ഒരു എൻട്രി സാധ്യമാക്കാൻ കഴിയില്ല. ആ എൻട്രി കൊടുക്കരുതെന്ന് കേരളത്തിൽ ആദ്യം ആവശ്യപ്പെട്ടത് RSS ആണ്. അപ്പൊ അവരത് സാധിച്ചെടുത്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാധിച്ചെടുക്കാൻ പല വഴികൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാവും. അത് അവരുടെ കാര്യമാണ്. അവരുടെ ജീവൻ മരണ പ്രശ്നമായിട്ടാണ് അവർ അതിനെ മനസ്സിലാക്കിയത്. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ അന്നേ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു നൈതികമായ കാര്യമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് RSS നേതാവ് തീരുമാനിക്കേണ്ട എന്ന ഒരു പ്രസ്താവന പുറത്തു വരേണ്ടതാണ്. അതാണ് പൊളിറ്റിക്കൽ ആയ ഒരു നിലപാട്. അങ്ങനെയൊന്നും വന്നില്ല എന്ന് മാത്രമല്ല, വൈക്കത്തെ ലോക്കൽ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്ന് പറയിപ്പിക്കുക, ഞാൻ ഗാന്ധി വിമർശകനാണെന്നുള്ളത് ഞാൻ സ്വീകരിക്കുന്ന ആളാണ്. ഗാന്ധിയെ വിമർശിക്കുന്ന ഒരാളാണ്. അത് നാളെ വിമർശിക്കും, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസ് എനിക്കിനിയിപ്പോ സീറ്റ് നൽകി എന്നെ MLA ആക്കിയാലും ഞാൻ വിമർശിക്കും. കാരണം വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കേണ്ടവരെ വിമർശിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ചരിത്രപാഠം. അതാരായാലും, ഗാന്ധി ആയാലും അംബേദ്കർ ആയാലും ആരായാലും. വിമർശനം ഒരു അധികപ്പറ്റല്ല, ജനാധിപത്യത്തിലെ ഒരു അനിവാര്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ അജയ് തറയലിനെ പോലുള്ളവരൊക്കെ കുറെ ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പൊ ഇത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളെ, ബാലിശമായ ആരോപണമല്ല, ജാതി ആരോപണമാണ്, ജാതി അധിക്ഷേപമാണ് തറയിൽ കാണിക്കുന്നത്. അയാളുടെ മനസ്സിൽ ദളിതരെ കുറിച്ചൊരു സങ്കല്പം, ഒരു മുൻവിധി അയാൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതനുസരിച്ച് ദളിതരെല്ലാം ദരിദ്രരാണെന്നും പൈസയ്ക്ക് വേണ്ടി പരക്കം പായുന്നവരാണെന്നും സ്വന്തമായി നിലപാടെടുക്കുന്നവരല്ലെന്നും ഒക്കെ ഈ പൊട്ടൻ വിചാരിച്ചിട്ടുണ്ടാവാം. ദളിതർ അത്തരൊരു ഘട്ടത്തേക്ക് മറികടന്നിട്ട് പതിറ്റാണ്ടുകളായി ഇന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, കേരളത്തിലെ ദളിതർ ഇന്ന് യുദ്ധം ചെയ്യുന്നത് 4 നേരം ഭക്ഷണത്തിന് വേണ്ടി അല്ല. അത് നേടിയെടുക്കാനുള്ള കരുത്തൊക്കെ ഈ സമുദായത്തിനുണ്ട്. അവരത് ചെയ്യുന്നുമുണ്ട്. മണ്ണിൽ പണിയെടുത്തും അധ്വാനിച്ചും തന്നെയാണ് ബഹുഭൂരിപക്ഷവും ഇതിനകത്ത് ജീവിക്കുന്നത്. അതല്ലാതെ ഉള്ള സംസ്കാരത്തിലൊന്നും അല്ല ഈ ജനത ജീവിക്കുന്നത്. അത് മനസ്സിലാക്കിക്കോണം അജയ് തറയിൽ. അദ്ദേഹം എനിക്കെതിരെ ഉന്നയിച്ച വാദം ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്നാണ്.
ആണെങ്കിൽ തന്നെ ഇയാൾക്കെന്താന്നീ പ്രശ്നം? എനിക്കതാ മനസ്സിലാവാത്തത്. ഈ അജയ് തറയിലിന് എന്താ പ്രശ്നം? ഞാൻ മതം മാറി ജോലി വാങ്ങി എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ, അജയ് തറയിലല്ലല്ലോ എനിക്ക് ജോലി തരുന്നത്. കോൺഗ്രസ്സുകാരും അല്ല ജോലി തരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരുമല്ല, ഇന്ത്യൻ സ്റ്റേറ്റാണ് എനിക്ക് ജോലി തരുന്നത്. അതിനു വേണ്ടിയുള്ള മാർഗം ഞാൻ സ്വീകരിക്കാം. പക്ഷെ എൻ്റെ റീകൺവേർഷൻ്റെ സിറ്റുവേഷൻ മറ്റൊന്നാണ്. എനിക്കത് ലോകം മുഴുവൻ പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഞാനത് മറച്ചു വെക്കാറില്ല. ഞാൻ റീകൺവേർട്ടഡായി അനിൽകുമാർ എന്ന പുതിയ പേര് സ്വീകരിച്ചു എന്ന കാര്യം ഞാൻ ലോകത്തെവിടെയും മറച്ചു വെച്ചിട്ടില്ല. എൻ്റെ പുസ്തകമായ ജനതയും ജനാധിപത്യവും എന്ന പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ, പ്രസാധകക്കുറിപ്പിൽ ആദ്യത്തെ വാചകം അനിൽകുമാർ എന്നാണ് യഥാർത്ഥ പേര് എന്നാണ്. മറച്ചു വെക്കാനാണ് അദ്ദേഹത്തിൻ്റെ കാര്യമുണ്ട്. എന്തിനു മറച്ചു വെക്കണമെന്നേ? ഇത് നിയമപരമായി റീകൺവേർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഇത് അജയ് തറയിൽ ഭരണഘടന വായിച്ചിട്ടില്ലെങ്കിൽ അയാൾ പോയി വായിച്ചു പഠിക്കണം. അതൊക്കെ ഇന്ത്യയിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വായിച്ചു പഠിക്കണം. ഇന്ത്യയിൽ നെഹ്റു ഭരിക്കുന്ന കാലത്തുണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ റീകൺവേർട്ട് ചെയ്തത്. ഇയാൾ എന്ത് വിചിത്ര ജീവിയായ കോൺഗ്രസ്സുകാരനാണെന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസ്സുകാരിൽ പലരും അങ്ങനെയൊക്കെ ആവാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാനതിനകത്ത് നിയമപരമായ ഒരു ലംഘനവും നടത്തിയിട്ടില്ല. നിയമം അനുസരിച്ച് റീകൺവേർട്ട് ചെയ്തതാണ്. ഇദ്ദേഹം പറയുന്ന ഗുരുതരമായ ആരോപണം ഞാൻ ജോലിക്ക് വേണ്ടിയാണ് റീകൺവേർട്ട് ചെയ്തത്. എനിക്കത് കേൾക്കുമ്പോൾ തമാശയാണ് ഉണ്ടാവുന്നത്, തമാശയാണ് ഫീൽ ചെയ്യുന്നത്. ഇയാൾ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഈ ദളിതരെല്ലാവരും സംവരണം കൊണ്ടാണ് ജോലി മേടിക്കുന്നത് എന്നൊക്കെ കരുതുന്ന ഒരു പമ്പര വിഡ്ഢിയും സാമൂഹിക വിരുദ്ധ മനോഭാവമുള്ള ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ MA 1 റാങ്കിൽ ജയിച്ച ഒരാളാണ്. BA MA 1 റാങ്കിൽ ജയിച്ച ഒരാളാണ്. MG യൂണിവേഴ്സിറ്റി. സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷ ഒറ്റയെഴുത്തിന് ജയിച്ച ആളാണ്. അത്തരം ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് കേരളത്തിലൊരു ജോലി മേടിക്കുക എന്നെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമൊന്നും ആയിരുന്നില്ല. അജയ് തറയിൽ അത് അസാധ്യമായിരിക്കും, പക്ഷെ എനിക്കത് അസാധ്യമല്ല. കേരളത്തിലെ ആരോടും മത്സരിച്ച് ഒരു ജോലി മേടിക്കാനുള്ള പ്രാപ്തി ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്ക് മതം മാറേണ്ട കാര്യമൊന്നുമില്ല. ഈ കൗശലമൊക്കെ കയ്യിലിരിക്കുകയുള്ളൂ. മാത്രമല്ല 25 ലക്ഷത്തോളം വരുന്ന ദളിത് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന വർത്താനം കൂടിയായി പറയുന്നത്. ദളിത് ക്രിസ്ത്യാനി ആവുക എന്നത് എന്തോ വലിയ കുറ്റമാണെന്ന് അയാൾ. എന്ത് കുറ്റം? ഇന്ത്യൻ ഭരണഘടന വായിച്ചു നോക്കണം. ഇന്ത്യയിലെ പൗരന്മാർക്ക് ഏതു മതവും സ്വീകരിക്കുവാനും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുവാനും പബ്ലിക്കിന് ദോഷകരമല്ലാതെ മതപ്രചാരണം നടത്തുവാനും അവകാശമുണ്ടെന്ന് എഴുതി വെച്ച ഒരു ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. അയാൾ അടിമയായിരിക്കും. അജയ് തറയിൽ അത് അയാളുടെ കാര്യമാണ്. എൻ്റെ കാര്യം ഭരണഘടനാപരമായ മൂല്യങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം, പണത്തിന് വേണ്ടിയാണ് തോക്കുന്ന സീറ്റായ വൈക്കത്ത് സ്ഥാനാർത്ഥിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തി. ഇതാണ് അയാൾ പറയുന്ന കാര്യം. തെളിവ് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അയാൾക്കെതിരെ നിയമ നടപടിക്ക് ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നതിന് തെളിവ് ഈ തറയിലായാലും കൊള്ളാം, കൊട്ടാരത്തിലായാലും കൊള്ളാം, തറവാട്ടിലുള്ളവനായാലും കൊള്ളാം, അവൻ കോടതിയിൽ തെളിവ് ഹാജരാക്കേണ്ടി വരും. എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നേ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണെന്നോ എൻ്റെ പേര് പരിഗണനയിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ. ഇതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പേര് സജീവ പരിഗണനയിലുണ്ട് എന്ന് മാത്രമാണ്. ഒരു സീറ്റ് ഉറപ്പിച്ചെന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കാണ് ആ സീറ്റ്, നിങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോളൂ എന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. പരിഗണനയിലുണ്ടെന്നാണ് പറഞ്ഞത്. പരിഗണിച്ച് ഏറ്റവും അവസാനം പരിഗണന ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ, രാഷ്ട്രീയമല്ലേ, ഇത് സംഭവിക്കുമെന്നാണ് എന്നെ വിളിച്ച നേതാവിനോട് ഞാൻ പറഞ്ഞത്.
കാരണം ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ല ഞങ്ങൾ. അപ്പം ഞാൻ പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന വൈക്കം തോക്കുന്ന മണ്ഡലം. ആര് തോക്കുന്ന മണ്ഡലം? ആര് തോക്കുന്ന മണ്ഡലമെന്ന് ഈ അജയ് തറയിൽ പറയുന്നത്? ഈ കോൺഗ്രസ്സുകാരുടെ അവിടുത്തെ അനുയായികൾ നിന്നാൽ തോക്കുമായിരിക്കും. പക്ഷെ ഞാൻ വൈക്കം തെരഞ്ഞെടുത്തത് 30,000 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചത്. അത് പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തിൽ ആ സീറ്റ് ഞാൻ നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അക്കാര്യത്തിൽ. 30 കൊല്ലമായിട്ട് തോറ്റുകൊണ്ടിരിക്കുക. 65 കൊല്ലമായിട്ട് 5 കൊല്ലം KK ബാലകൃഷ്ണൻ ഒഴികെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. അങ്ങനെ ഒരു സീറ്റ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് പണം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ അതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ വ്യക്തിപരമായി പണം സമ്പാദിക്കാൻ വേണ്ടി സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തി പണം പിരിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് കോടതിയിൽ ഇയാളെ തെളിയിക്കണം. അതിൻ്റെ ഒരു സൂചന കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു മനുഷ്യനോട് ഒരു പൈസ പോലും ഇതിൻ്റെ പേരിൽ മേടിക്കാത്ത ഒരാളാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണി എന്ന സംഘടന. പക്ഷെ ദളിത് സമുദായ മുന്നണിയുടെ അംഗങ്ങൾ 53 ലക്ഷം രൂപയാണ് സമാഹരിച്ചതെന്ന് പറയാൻ പൊതുജനങ്ങളോടല്ല, സ്വന്തം നിലക്ക് ഭൂമി പണയം വെച്ചും സ്വർണം പണയം വെച്ചും ഡെപ്പോസിറ്റുകൾ പിൻവലിച്ചും 53 ലക്ഷം രൂപ. ഇയാൾ ദളിതരെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ? എന്താ നീ 500 രൂപ നോട്ട് കാണുമ്പോൾ മറിയുന്നവരാണെന്നോ? അത് അയാളും അറിയുമായിരിക്കും. ഞങ്ങളതൊക്കെ കടന്നു പോകുന്ന മനുഷ്യ. ഞാൻ വ്യക്തിപരമായി സ്വത്തുള്ള വീട്ടിൽ ജനിച്ച ആളാ. എനിക്ക് ഇവരെയൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ MA-ക്കാരുണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾ എന്താന്ന് ഈ പറയണത്? എനിക്ക് സ്വന്തം നിലക്ക് എൻ്റെ ബന്ധുബലവും സുഹൃത്ത് ബലവും കൊണ്ട് എത്ര കോടി രൂപ വേണേലും തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാൻ എനിക്ക് സമാഹരിക്കാൻ പറ്റും. ആ ബോധ്യത്തിലൊക്കെയാണ് ഇത് തെരഞ്ഞെടുത്തത്. ഞാൻ സമ്മതിച്ചത്. നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് വെറും കൈയോടെ വൈക്കത്തിറങ്ങി നിൽക്കാനല്ല. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന ചെലവ് ഇനിയിപ്പോ KPCCക്ക് പണം തരാൻ അവർ നിസ്സാരമായ പണം മാത്രമേ തരുന്നുള്ളൂ എങ്കിൽ ബാക്കി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വിജയകരമായി നിലകൊള്ളാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് സമ്മതിച്ചത്. അല്ലാണ്ട് ഈ തറയിൽ കാണിക്കുന്നത് പോലെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി, പൈസ ഉണ്ടാക്കുന്ന പണി കോൺഗ്രസ്സുകാരുടേതാണ്, അത് ഞങ്ങളുടേതല്ല. ആ തറയിൽ മനസ്സിലായി. ഇതൊന്ന് തെളിയിക്കണം കോടതിയിൽ, ഇതൊന്ന് വന്ന് പറയണം. അപ്പൊ ഇതിനകത്ത് ഇത് വ്യക്തിപരമായ ആക്ഷേപമല്ല, ഇത് വ്യക്തിപരമായ ഒരു ജനത ഇങ്ങനെയാണെന്നാണ് അയാൾ പറയണത്. ഇവന്മാരെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ കള്ളന്മാരാണെന്ന് വിചാരിക്കുന്ന പോലീസ് ബുദ്ധിയാണ് ഇവർക്കുള്ളത്. ഒരു കറുത്ത മനുഷ്യൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിന്നാൽ പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസിന്റെ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ ദളിതർക്കിടയിൽ ഇനി ചെലവാവില്ല, അത് നടക്കുന്ന കാര്യവുമല്ല. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ കേരളത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇവരെല്ലാവരും ഒരു ആദിവാസികൾ എന്ന് പറഞ്ഞാൽ എന്തോ പാവപ്പെട്ട മനുഷ്യരാണ്. പാവപ്പെട്ട മനുഷ്യരുണ്ടെന്നേ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ പ്രശ്നം പാവപ്പെട്ടവരുടെ പ്രശ്നമാണെന്ന് സമീകരിക്കുന്നതിലൂടെ കേരളത്തിലെ ഭരണകൂടം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമുണ്ട്. അവർക്ക് അരി കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേരുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള വയനാട്ടിൽ MBA-ക്കാരായ ചെറുപ്പക്കാരികളും MSW-ക്കാരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, സിനിമ എടുക്കുന്ന സംവിധായികയുണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. ഈ സിനിമ എടുക്കുന്ന ലീലയുടെ പ്രശ്നം പട്ടിണിയാണ്. സിനിമാ പ്രവർത്തകരായ ആദിവാസി കുട്ടികളുടെ പ്രശ്നം ഒരു നേരത്തെ ആഹാരമാണെന്ന് എന്തിനാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത്? ഇവരെന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും? MBA-ക്കാരുടെ ആവശ്യം അവന് അന്തസ്സാർന്നൊരു ജോലിയാണ്. ഒരു നേരത്തെ ഭക്ഷണം അയലത്തെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി കൊണ്ടുവന്ന് കൊടുത്ത് പരിഹരിക്കാവുന്ന ഒരു കാര്യവും MBA-ക്കാരനായ ആദിവാസി യുവതി നേരിടുന്നില്ല. മറ്റൊരാളുടെ വീട്ടിൽ നിന്നും
ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് ജീവൻ നിലനിർത്തിക്കേണ്ട ഒരാളും കേരളത്തിലില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ് അത് ചെയ്യരുതാത്തതാണ്. അപ്പോൾ സ്റ്റേറ്റ് കാണിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കിറ്റ് കൊടുക്കുക, ഫ്രീ ആയിട്ട് അരി കൊടുക്കുക. ഇതാരെ രക്ഷിക്കാനാണെന്നേ? യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട സ്റ്റേറ്റ് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഫ്രീ ഭക്ഷണം, സൗജന്യ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു അതിക്രമമാണെന്ന് നമുക്കെന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ അവസരമുണ്ടല്ലോ. പിന്നെ കുറേ ആൾക്കാർക്ക് മാത്രം ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായെന്ന് പരിശോധിക്കേണ്ടതിന് പകരം, അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതിന് പകരം ചോറ് കൊടുക്കുക. ഒന്നോർക്കണം, അത് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ വീട്ടിൽ നിന്നും പൊതിച്ചോറ് മേടിച്ച് ചോറില്ലാത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കുക. എന്ത് പരിഹാസ്യമായ ജീവിതമാണ് മലയാളി ജീവിക്കുന്നത്! ഇതൊരു ചോദ്യമായിട്ട് ഉയർത്താൻ പോലും കഴിയാത്ത അധാർമിക മനുഷ്യരായിട്ടാണ് നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ചോദിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അല്ലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും, അല്ലെ BJP നിന്ന് പുറത്താക്കും. ഇതാണ് ഒരു സ്ഥിതി, വളരെ മോശമായ സ്ഥിതിയാണ്. അപ്പോൾ ഈ ഇമാജിനേഷൻ, അതായത് ആദിവാസികളുടെ പ്രശ്നം ഭക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂടത്തിനും വേണം. അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. ദളിതരുടെ പ്രശ്നം തീർച്ചയായിട്ടും അവർക്ക് ഭൂരാഹിത്യമുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഇതെല്ലാം ഉണ്ടായിരിക്കെ ദളിതരുടെ പ്രശ്നം വീടിൻ്റെയും കോഴിമുട്ടയുടെയും കാര്യമാണെന്ന് തോന്നുന്ന വികൃതമായ ഒരു വീക്ഷണം ദളിതർക്ക് മേൽ സ്റ്റേറ്റും പൊതുസമൂഹവും പുലർത്തുന്നു. അതിലൊരാളാണ് ഈ അജയ് തറയിൽ. അപ്പോൾ അയാൾ പട്ടികജാതിക്കാരനാണെന്ന് കേൾക്കുമ്പോഴേ, ദളിത് ക്രിസ്ത്യാനി പട്ടികജാതി സീറ്റിൽ നിന്നാൽ കേസുണ്ടാകുന്ന മഹത്തായ കണ്ടുപിടുത്തം കേട്ടോ, ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഇയാൾ. എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പം അതുകൊണ്ട് അയാൾക്കെതിരെ വേറെ നടപടിക്കൊന്നും പോകുന്നില്ല, ഒരു നിയമ നടപടിക്ക് പോകാൻ ഉദ്ദേശിച്ചു. ഇത്തരം ഇമാജിനേഷൻ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നത്, ഇത്തരം പൊട്ടത്തരമൊക്കെ എഴുന്നള്ളിക്കുന്നത് എന്നാണ് ഞാൻ ആ വിമർശനം മനസ്സിലാക്കി. യഥാർത്ഥ കോൺഗ്രസിനകത്ത് വെളിവുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരുണ്ടെങ്കിൽ അയാളെ തിരുത്തണം. അയാളോട് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്ന് കേരളത്തോട് പറയണം. എൻ്റെ ഡിമാൻഡൊന്നുമല്ല കേട്ടോ. എൻ്റെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ത്യയിലെ മറ്റാരേക്കാളും പുറകിലല്ലാത്ത, കുറവല്ലാത്ത ഒരു പൗരനാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ കുറഞ്ഞ ആളാണ്, അത് അവൻ്റെ കാര്യം. പക്ഷെ ഞാനത് വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഇന്ത്യയിലെ പൗരന്മാർ എല്ലാവരും തുല്യരാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ ഭരണഘടന നിർദ്ദേശിക്കുന്ന പ്രകാരം അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പും ഈ ജാതി പ്രിവിലേജും എത്രത്തോളമാണ് നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു അതിന് വേറൊന്നും നമ്മൾ നോക്കണ്ട. 140 മണ്ഡലങ്ങളിൽ 16 എണ്ണമാണ് 14 പട്ടികജാതിക്കാരും 2 ആദിവാസികൾ റിസർവ്ഡ് ആയിട്ടുള്ളൂ. ബാക്കി 124 സീറ്റ് ആർക്കൊക്കെയാണ് വീതം വെച്ച് കൊടുത്തതെന്ന് മാത്രം പരിശോധിച്ചാൽ ഈ പ്രിവിലേജ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ 140 മണ്ഡലത്തിൽ നിന്ന് ആൾക്കാർ ജയിച്ചു വരുമല്ലോ, ഒരാൾ ജയിച്ചു വരുമല്ലോ ഓരോ മണ്ഡലത്തിൽ നിന്നും. 16 പേരെ മാറ്റി നിർത്തിയേക്ക്, അവർ പട്ടികജാതിക്കാരോ ആദിവാസികളോ ആണ്. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമുക്കിത് അജ്ഞാത ഭൂഖണ്ഡമാണ്. അവരെല്ലാം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരുമാണ് മത്സരിക്കുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവർ ജയിച്ചു വരുമ്പോൾ നോക്കുക, ഇവർ പ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നാണോ, അണ്ടർ പ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നാണോ, അൺപ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നാണോ വരുന്നതെന്ന് പരിശോധിച്ചാൽ നമുക്ക് വസ്തുതാപരമായി പിടികിട്ടുന്ന ഒരു കാര്യമാണ് ഈ പ്രിവിലേജ് എങ്ങനെയാണ് പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട, അത് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കേരളത്തിൽ ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിൽ
ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്ന പട്ടികജാതി പ്രാതിനിധ്യമില്ല. ഓർക്കണം, 50% ഒരു സവർണ സമുദായത്തിന് മാത്രം കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു പരാതിയില്ല. അവരെല്ലാം വിപ്ലവകാരികളാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ഈ വിപ്ലവമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് കുറേ വിഭാഗങ്ങളെ പുറത്തു നിർത്തുകയും അകത്ത് കയറി ഞങ്ങളെല്ലാം വിപ്ലവകാരികളാണെന്ന് മേനി നടിക്കുകയും ചെയ്യുന്ന ഈ കാപഢ്യം കേരളത്തിൽ അവസാനിക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ കമ്മ്യൂണിസത്തിന് വേണ്ടി നിന്ന ആളാണല്ലോ ജി സുധാകരൻ. അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അയാളുടെ അനുജൻ, സഹോദരൻ രക്തസാക്ഷിയായതാണ്. SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ജി സുധാകരൻ. അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അയാൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീസിസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതേതാ തീസിസ് എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പേരിലൊരു തീസിസ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം അയാൾക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അധികാരം വേണമെന്നാണ് ഈ പറയണേ. കൊടുക്കാൻ പറ്റിയില്ലെന്ന് പാർട്ടി പറഞ്ഞു. പുള്ളി സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ വീട്ടിൽ ചെന്നാണ് പിന്തുണ അറിയിച്ചത്. ഇതേപോലെ തന്നെ CPI ആയിട്ട് സീറ്റ് തർക്കമുണ്ടായി. മുകുന്ദൻ എന്ന പേരുള്ള ഒരു മുൻ MLA നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞു. ഈ UDF നേതാക്കളുടെ പുറകെ 4 ദിവസമാണ് അദ്ദേഹം നടന്നത്. ഒരു പിന്തുണയൊരു പറഞ്ഞില്ല. അയാൾ BJPയിൽ ചെന്ന് ചേർന്നു. ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. അപ്പൊ അടുത്ത അഭയം BJP ആണ്. അയാളോട് ചേർന്നു. അതായത് ഞാനതിന് ന്യായീകരിക്കില്ല. ചെയ്യരുതാത്ത കാര്യമാണ് മുകുന്ദൻ ചെയ്തത് എന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മുകുന്ദനെ BJP ക്യാമ്പിൽ എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജി സുധാകരന് കൊടുക്കുന്ന പിന്തുണ എന്തുകൊണ്ടാണ് മുകുന്ദന് ബാധകമല്ലാത്തതെന്ന ചോദ്യത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉത്തരം പറയണമെന്ന്. ജാതിയത്, അതാ കാര്യം. ജാതിയാ, തനി ജാതി. രമേഷ് പിഷാരടിക്ക് സീറ്റ് കൊടുത്തതിലൂടെ BJPയുടെ എൻട്രി UDF വകവെച്ചു കൊടുത്തു എന്നാണ് പാലക്കാട് തെളിയിക്കാൻ പോകുന്നത്. നിസ്സാര കളിയല്ല. ഒരു ജനതയുടെ പ്രശ്നമാണ്, ഒരു സംസ്ഥാനത്തിന്റെ കാര്യമാണെന്ന് ഉത്തരവാദിത്ത ബോധമില്ലാതെ BJP സ്ഥാനാർത്ഥിക്കെതിരെ വേറെ ഏതോ ഫീൽഡിൽ, സിനിമാ ഫീൽഡിൽ, മിമിക്രിയുടെ ഫീൽഡിലൊക്കെ തിളങ്ങുന്ന ആളാണ് അദ്ദേഹം. അയാൾക്ക് ആ പണിയൊക്കെ അറിയാവുന്ന ആളാണ്. അയാൾ ആ പണി ചെയ്യട്ടെ, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അയാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് കാണാതിരിക്കണം. അപ്പോൾ ആ രാഷ്ട്രീയ യുദ്ധത്തിൽ BJP വിജയിക്കാൻ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സിനിമാക്കാരൻ ഇറക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു രാഷ്ട്രീയ നിലപാടില്ലായ്മയുടെയും ബഹുജന പിന്തുണ നേടുന്നതിന്, രാഷ്ട്രീയ നിലപാടുകളിലൂടെ ബഹുജന പിന്തുണ നേടുന്നതിന് പകരം ജനപ്രിയരായ കുറെ ആൾക്കാരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരിക, വോട്ട് പിടിക്കുക. KR നാരായണനെതിരെ ലെനിൻ രാജേന്ദ്രൻ നിർത്തിയ ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഇടതുപക്ഷം. KR നാരായണൻ ഒറ്റപ്പാലത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ലെനിൻ രാജേന്ദ്രൻ എന്ന സിനിമാക്കാരനെ ഇറക്കിയ ബുദ്ധി മാത്രമുള്ളവരാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ. KR നാരായണൻ രാഷ്ട്രീയത്തിൽ, ഡിപ്ലോമസിയിൽ എവിടെ നിൽക്കുന്നു? അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതയും KR നാരായണൻ ഉണ്ടായിരിക്കെ ലെനിൻ രാജേന്ദ്രൻ ഡിപ്ലോമസിയിൽ, പൊളിറ്റിക്സിൽ എവിടെ നിൽക്കുന്നു? സിനിമാക്കാരനാണ്. ആ കാര്യം തർക്കമേതുമില്ലാതെ പറയാം. ജനപ്രിയ സിനിമകൾ എടുത്തിട്ടുള്ള ഒരാളാണത്. ചില പ്രത്യേക കോഴ്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അതിലൊക്കെ അംഗീകാരം ഉണ്ടതായത്. പക്ഷെ ഡിപ്ലോമസിയിൽ ഇയാൾക്ക് എന്ത് കാര്യമില്ല. അത്തരം ഒരു മനുഷ്യനെ കൊണ്ടൊന്നിറക്കി KR നാരായണനെ പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചെങ്കിൽ അവരൊക്കെ അതിബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. ഞാനിപ്പോൾ വിചാരിക്കുന്ന കാര്യം, KR നാരായണൻ കോൺഗ്രസ് ആയത് നന്നായെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യ പ്രസിഡന്റായി.
നാരായണൻ അങ്ങ് ഇടതുപക്ഷത്താ ചേർന്നെങ്കിൽ കുറിച്ചിത്താനം പഞ്ചായത്ത് പ്രസിഡന്റ് വേണമെങ്കിൽ ആയേക്കാന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അയാൾ പോയില്ല. കുറിച്ചിത്താനം എന്ന് പറയുന്ന ഉഴവൂർ അദ്ദേഹത്തിന്റെ പഞ്ചായത്താണ്. ഈ ഇടതുപക്ഷ പാർട്ടികളിലാണ് അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചതെങ്കിൽ കുറിച്ചിത്താനം പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്തേക്ക് അദ്ദേഹം പോയില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് അതിന്റെ ദേശീയമായ നയത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ്. അതുപോലൊരു പുതിയ നയം ഖാർഗെ വന്നതിന് ശേഷം കോൺഗ്രസ് കൈക്കൊണ്ടു. ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനം, ഇൻക്ലൂസീവ് ഡെമോക്രസി കോൺഗ്രസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഈ കച്ചേരിയും നടക്കില്ല, അത് ഞങ്ങളൊക്കെ വേറെ തീരുമാനിക്കുമെന്നുള്ള ഇരട്ട നാക്കുള്ള മനുഷ്യരാണ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. അവരവരുടെ AICCയെ തന്നെ പറ്റിക്കുവായിരിക്കും. അവർ ഡൽഹി ചെല്ലുമ്പോൾ ഒരു കാര്യം പറയും, ഇവിടെ വരുമ്പോൾ വേറൊരു കാര്യം പറയും. AICCയെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളാണ് ഈ ഇരട്ടത്താപ്പ് നടത്തുന്നത്. അപ്പൊ അതിൽ അവര് സീറ്റ് നിഷേധിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന് വാദിച്ച കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അവരെ മറന്നിട്ടല്ല പറയുന്നത്, അവരുമുണ്ട് കോൺഗ്രസിനകത്ത്. കോൺഗ്രസ് ഒരു ബഹുസ്വരമായ വിഭാഗങ്ങളുടെ പ്രസ്ഥാനമായിട്ടാണ് ഇന്ത്യക്കകത്ത് പ്രവർത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി വാദിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എന്നോട് ചെയ്യാമായിരുന്ന മാന്യമായൊരു കാര്യം ചെയ്തില്ല എന്നതാണ് എൻ്റെ ഒരു കാര്യം. അതായത് കേരളത്തിലെ മാധ്യമങ്ങളിൽ സണ്ണി എം കവിക്കാട് വൈക്കത്ത് സ്ഥാനാർത്ഥി ആയേക്കുമെന്ന വാർത്ത വരുന്ന ദിവസം അങ്ങനെ ഒരു കാര്യവുമില്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഞങ്ങൾ സണ്ണിക്ക് സീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ടായി. അല്ലാതെ ഇപ്പോഴല്ല പറയേണ്ടത്, ഞാൻ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, പറഞ്ഞില്ല എന്നൊക്കെ. പിന്നെ അവർക്കത് പറയാം, അവർക്ക് നിഷേധിക്കാമായിരുന്നു. ഈ വിവാദങ്ങൾ ഏതുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് അത് കെട്ടടങ്ങുമായിരുന്നു. അപ്പൊ കഥ വേറെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അറിയില്ല, കേട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേ കഥ വേറെയാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇതൊന്നും എനിക്ക് പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല.